ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രൊഫൈൽ LED ആണ്. അതായത് ഇന്നിപ്പോൾ ഒരു ട്രെൻഡാണ് പ്രൊഫൈൽ LED. അതായത് നിങ്ങൾക്ക് പ്രൊഫൈൽ LED എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ പണ്ടാണ് LED സ്ട്രിപ്പിൽ നമ്മളിടുന്നത്, LED സ്ട്രിപ്പുകളിലാണ് ഇട്ടുകൊണ്ടിരുന്നത്, അത് കോലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ച പോലെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു കളറിൽ നിൽക്കുന്ന രീതിയിലുള്ള LED സ്ട്രിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന LED വരുന്നത് LED സ്ട്രിപ്പിൽ പ്രൊഫൈൽ LED ആവുന്ന സമയത്ത് സാധാരണ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അടുത്തായിരിക്കും അതിൻ്റെ LEDകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ലൈറ്റിനൊട്ടും ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LED സ്ട്രിപ്പ് നോക്കി അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു 12 വോൾട്ടിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 12 വോൾട്ട് വരുമ്പോൾ 3 LEDകളാണ് ഒരു 12 വോൾട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കത്രികയുടെ പാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഗ്യാപ്പ് കണ്ട അത് 2 കത്രികകളുടെ ഗ്യാപ്പിൽ വരുന്നത് 3 LED ആണ് വരുന്നത്. ഈ 3 LED സീരീസായിട്ട് 12 വോൾട്ടിൽ അങ്ങനെ പാരലൽ ചെയ്ത് ഓരോന്നും പാരലൽ ചെയ്ത് 3 സെറ്റ് LED പാരലൽ ചെയ്ത് 3 സീരീസ്, ബാക്കി എല്ലാം പാരലൽ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. ഒരു പെയറായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 12 വോൾട്ടിൻ്റെ സപ്ലൈയിൽ 3 LED ആണ് വർക്ക് ചെയ്ത് പോകുന്നത്. ബാക്കി എല്ലാം തന്നെ പാരലലായിട്ട് കൊടുത്താണ് പോകുന്നത്. അപ്പോൾ ഈ 3 LEDകൾ കൊടുത്തിരിക്കുന്നത് വളരെ അടുത്താണ്. അപ്പോൾ എല്ലാ LEDകളും അടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നോർമൽ സ്ട്രിപ്പിൻ്റെ LED എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിൽ കാണുന്ന LED സ്ട്രിപ്പിന് 6 LED സ്ട്രിപ്പ് ഉണ്ടാവും. അതിൻ്റെ ഗ്യാപ്പിലാണ് 3 കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ആ 6 അല്ലെങ്കിൽ 3 LED സ്ട്രിപ്പിൽ വരുന്നതിൻ്റെ 6 LED ഈ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ആ വെളിച്ചം കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഡാപ്റ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാ അഡാപ്റ്റർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. SMPS ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. SMPS എന്ന് വെച്ചാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. അതായത് നമ്മൾ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും, ചെറിയ വേരിയേഷൻ കറണ്ടിലുണ്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ലൈഫ്, അതായത് LEDകളുടെ ലൈഫ് കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കംപ്ലയിൻസ് ഒരു 90% കുറവായിരിക്കും. സാധാരണ നമ്മുടെ അഡാപ്റ്ററിൻ്റെ അപേക്ഷിച്ച് കംപ്ലയിൻസ് കുറവായിരിക്കും. അപ്പോൾ SMPS തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ SMPS കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സാധാ LED സ്ട്രിപ്പിന് നമ്മൾ കൊടുക്കുന്ന അഡാപ്റ്റർ ഒരു മീറ്ററിന് 1 ആംപിയർ 12 വോൾട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ LED സ്ട്രിപ്പിന്, അതായത് പ്രൊഫൈൽ LED വരുമ്പോൾ മിനിമം 2 എങ്കിലും കൊടുക്കണം. ഒരു മീറ്ററിന് മിനിമം 2 ആംപിയർ എങ്കിലും 12 വോൾട്ട് 2 ആംപിയർ എങ്കിലും കൊടുക്കണം. ഞാൻ ആ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞു, സാധാരണ LED സ്ട്രിപ്പിൽ 3 LED സ്ട്രിപ്പ് വരുന്ന സ്ഥലത്ത്, 3 LEDകൾ വരുന്ന 12 വോൾട്ടിൽ 3 കൊടുക്കുന്ന സ്ഥലത്ത് പ്രൊഫൈൽ LEDയിലാവുമ്പോൾ 6 LED അതിൻ്റെ അത് കൺജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് വെളിച്ചം നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇരട്ടി ആംപിയർ കൊടുത്താലേ നമുക്ക് ആ പ്രകാശം കിട്ടുള്ളൂ, ലൈഫ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ സാധാ LED സ്ട്രിപ്പിന് കൊടുക്കുന്ന അതേ ആംപിയറിൽ നമ്മൾ ഈ പറയുന്ന പ്രൊഫൈൽ LEDക്ക് കാൽക്കുലേറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സാധാരണ ലെവലിൽ നിങ്ങൾ നോർമൽ കൊടുക്കുന്ന ആംപിയർ വെച്ചിട്ട്, അതായത് ഒരു മീറ്ററിന് 1 ആംപിയർ വെച്ചിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് തെളിയും, പക്ഷേ ലൈഫ് ഉണ്ടാവില്ല. ആ ഡ്രൈവ് കുറച്ച് നേരം കഴിയുമ്പോൾ കൂടി വന്നാൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുന്ന സമയത്ത് ഓവർ ഹീറ്റായി ബ്ലിങ്ക് ചെയ്ത് പതുക്കെ ആ ഡ്രൈവ് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സാധാ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് ഇരട്ടി ആംപിയർ നമ്മൾ പ്രൊഫൈൽ LEDക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 മീറ്ററുള്ള ഒരു പ്രൊഫൈൽ LEDക്കാണ് നിങ്ങൾ 1 ആംപിയർ കൊടുക്കുന്നതെങ്കിൽ, 5 മീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 ആംപിയറിൻ്റെ എങ്കിലും 12 വോൾട്ട് 10 ആംപിയറിൻ്റെ എങ്കിലും പ്രൊഫൈൽ LEDന് വേണ്ടിയിട്ടുള്ള SMPS കൊടുക്കണം. എന്നാൽ നോർമൽ സ്ട്രിപ്പിന് നമ്മൾ 1 ആംപിയർ 1 മീറ്ററിന് കൊടുക്കുകയാണെങ്കിൽ 5 മീറ്റർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 5 ആംപിയറിൻ്റെ 12 വോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ഉണ്ടാവും, ഇത് ഓൾറെഡി അല്ലാതെ കൊടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാനിത് എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു. അതായത് വോൾട്ടേജ് വേരിയേഷൻസ് വരുന്ന സമയത്ത് ആ ഡ്രൈവ് ചൂടായി അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഡ്രൈവ് കംപ്ലൈൻറ്റായി മാറ്റുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട കറക്റ്റ് പ്രൊഫൈൽ LEDക്ക് വേണ്ട കറക്റ്റ് ആംപിയർ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇരുന്ന് കംപ്ലയിൻസ് ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.